മച്ചന്മാരെ നമ്മളിന്ന് വർക്കിന് ഇറങ്ങുവാണ്. ഇതാണ് നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്. നമുക്ക് ഏകദേശം 68 പാക്കറ്റ്സ് ഉണ്ട്. നമുക്ക് പോണ വഴിയാണെങ്കിൽ ഒരു വർക്ക്ഷോപ്പിലൊന്ന് കയറിയാൻ വേണം. ഓക്കെ. അപ്പോൾ മച്ചന്മാർ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ കമ്പനിയുടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഇന്നലെ നമ്മുടെ ഒരു വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട്, ഇലക്ട്രിക് വണ്ടിയായിരുന്നു, അപ്പോൾ കാറായിരുന്നു. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിട്ട് അതിൻ്റെ ജമ്പർ കേബിളൊക്കെ വെച്ച് സ്റ്റാർട്ടാക്കി. അപ്പോൾ ആ ജമ്പർ കേബിൾ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കാറിൽ. സോ അതൊന്ന് കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം നമുക്ക് വർക്കിന് പോകാനായിട്ട്. അടുത്ത് തന്നെയാണ്, ഇവിടെ അടുത്ത് അപ്പുറത്ത് ഈ കാണുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന്, ഇപ്പം നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് നമ്മുടെ വെയർ ഹൗസിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഈ ഏരിയ കൂടി എന്തായാലും കാണിച്ചേക്കരാന്ന് ഓർത്തിട്ടായിരുന്നു. ശരിക്കും വിൻ്റർ ടൈമിൽ ഒരു ബൈക്ക് പോലും നമ്മൾ പുറത്ത് കാണാറേ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ മറ്റേ സൂപ്പർ ബൈക്സിൻ്റെയും എന്താ പറയുന്ന ഈ മോപ്പിഡ്, നമ്മുടെ നാട്ടിൽ സ്കൂട്ടർ, അതെല്ലാം ഒരുപാട് നേരത്തിലുണ്ട് കേട്ടോ. ഈ കാണുന്ന ലെഫ്റ്റ് റോഡിൽ ഉള്ളോട്ട് പോയി കാണുമ്പോൾ പോയാൽ മതി. നമുക്ക് ആ കാണുന്നതാണ് വർക്ക്ഷോപ്പ്. ജസ്റ്റ് ആ കേബിൾ കൊടുക്കുക, പോയാൽ മതി. ഓക്കെ. അപ്പോൾ ഞാൻ കേബിള് കൊടുത്തിട്ട് തിരിച്ചങ്ങോട്ട് വെയർ ഹൗസിലേക്ക് എത്തുന്ന ഒരു വീഡിയോ കൂടി എടുക്കാം. കാരണം നിങ്ങൾ ആ റൂട്ട് കണ്ടിട്ടില്ല. നമ്മൾ വീട്ടിൽ നിന്ന് വെയർ ഹൗസിലേക്ക് എത്തുന്ന ഒരു വീഡിയോ കൂടി, ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ കൂടി ഞാൻ എന്തായാലും ഇതിൽ ഇൻക്ലൂഡ് ആക്കാം, ഇന്നത്തെ വീഡിയോയുടെ കൂട്ടത്തിൽ. അപ്പോൾ മച്ചന്മാർ നമ്മൾ വർക്ക്ഷോപ്പിൽ പോയി ജമ്പർ കേബിളൊക്കെ കൊടുത്തു. 3:30 നമ്മുടെ ലോഡിങ്. 3:24 ഒരു 10 മിനിറ്റ് ഒരു ലേറ്റായി, അത്ര വലിയ പ്രശ്നമില്ല. ഇതൊരു അണ്ടർപാസ് ആണ്. ഇവിടുന്ന് അങ്ങോട്ട് നല്ലൊരു വലിയൊരു പാലമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് വീഡിയോ എടുത്തത്. ആ പാലം നല്ല എന്താ പറയുക, നമ്മൾ നല്ല വിൻഡൊക്കെയുള്ള സമയത്ത് അവിടെ കൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ കാറ്റ് വീശി നമ്മുടെ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേക്ക് ചെയ്യും. അങ്ങനത്തെ കാറ്റ് വരുന്നൊരു പാലാണ്. ഇവിടെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു സിഗ്നൽ ഉണ്ട്. അവിടെ നമുക്ക് ലെഫ്റ്റ് കട്ട് ചെയ്ത് പോയിട്ട് ഒരു 360 ഒരു റൗണ്ട് എടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഹൈവേ കയറാം. ഹൈവേയിൽ നിന്ന് പിന്നെ നമ്മുടെ വെയർ ഹൗസിലോട്ട് പെട്ടെന്ന് എത്താം. സാധാരണ അത്രക്ക് എന്താ ട്രാഫിക് ഉണ്ടാകാറില്ല നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ. പക്ഷേ ഓപ്പോസിറ്റ് ലൈനിൽ മിക്കവാറും ട്രാഫിക് ആയിരിക്കും. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ചെയ്ത് കാരണം ട്രാഫിക് ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട്. കാരണം അവധിയാണല്ലോ ഇനിയിപ്പോൾ 2 ദിവസമൊക്കെ അവധിയായത് കാരണം. നോക്കാം എന്തായാലും. ഈ ഓസ്ലോ നമ്മൾ പോകാൻ ഒരു പ്ലാൻ ഇട്ടതായിരുന്നു കേട്ടോ. പക്ഷേ പല കാരണങ്ങളും കൊണ്ട് അത് മുടങ്ങിപ്പോയി. എന്തായാലും സ്വീഡനിൽ എപ്പോഴെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഫസ്റ്റ് പോകുന്ന സ്ഥലം ഉറപ്പായിട്ടും ഓസ്ലോ ആയിരിക്കും. ഒരുപാട് ദൂരമൊന്നുമില്ല എനിക്ക് തോന്നുന്നു. നമുക്ക് ഒരു കാറിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 to
5 hours എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഫ്ലിക്സ് ബെക്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതിലാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് ട്രാവൽ. ഈ ഒരു റൗണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ എത്തുന്ന ഹൈവേയിലാണ്. അപ്പോൾ ശരിക്കും ഞാൻ 360 പറഞ്ഞ് റോങ് ആയിരുന്നു കേട്ടോ. 360 ഇങ്ങോട്ട് വരുമ്പോഴാണ്, നൈറ്റ് വീട്ടിലേക്ക് വരുമ്പോഴാണ് 360 എടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ഹൈവേയിലെത്തി. 80 കിലോമീറ്റർ സ്പീഡിൻ്റെ ഹൈവേ ആണ് കേട്ടോ. നമ്മളിപ്പോൾ അതൊക്കെ ലൈൻ ചേഞ്ച് ചെയ്ത് ഒന്നുകൂടി ലൈൻ ചേഞ്ച് ചെയ്ത് ഓക്കെ നമ്മൾ ഹൈവേയിലെത്തി. 120 സ്പീഡിൻ്റെ ഹൈവേ വരെ സ്വീഡനിലുണ്ട് കേട്ടോ. നമുക്ക് ഹാംസ്റ്റഡ് പോണ റൂട്ടിന് ഒരു ചെറിയ വീഡിയോ ഇട്ടായിരുന്നു, അതിൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും 120 എഴുതിയേക്കുന്നത്. വിൻ്ററൊക്കെ ആയപ്പോൾ ഈ റോഡ് എന്താ പറയുന്നത്, നമുക്ക് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ, എന്ന് വെച്ചാൽ അവരപ്പം തന്നെ ഇത് റിമൂവ് ചെയ്യട്ടെ ഇവിടുത്തെ അവർ അത് നമുക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. സ്നോ വീണ് കഴിയുമ്പോഴേക്കും അവർ അതുപോലെ ഫാസ്റ്റായിട്ട് അത് റിമൂവ് ചെയ്യും കേട്ടോ ഹൈവേസിൽ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ സമയങ്ങളെടുക്കും. നമ്മൾ എന്താ പറയുക, പല സ്ഥലത്തുമൊക്കെ നമ്മൾ വണ്ടിയും കൊണ്ടുപോയി പെട്ടുപോയിട്ടുണ്ട് വിൻ്ററിലൊക്കെ. ആ വീഡിയോസിന് എടുക്കാൻ പറ്റില്ല, മിസ്സായിപ്പോയി. പക്ഷേ വിൻ്ററൊക്കെ നമ്മൾ ആദ്യമേ കാണുമ്പോഴുള്ള ഭംഗിയുള്ളൂ, അല്ലെങ്കിൽ ആ സുഖമുള്ളൂ. അത് കഴിയുമ്പോഴേക്കും പിന്നെ നമുക്ക് ടഫാണ് പരിപാടി. നമ്മുടെ ജോലി വെച്ചിട്ട് 3 മണിയാകുമ്പോൾ ഇരുട്ടാവും. നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി കൊടുക്കണം. അത് കുറച്ച് ടഫ് തന്നെയാണ് പരിപാടി. പല സ്ഥലത്തും നമ്മൾ എത്ര ധൈര്യശാലിയാണെന്നുണ്ടെങ്കിലും, എന്നെയൊക്കെ സംബന്ധിച്ച് അത്ര ധൈര്യമുള്ള ആളൊന്നും അല്ലെങ്കിലും നമ്മൾ പേടിക്കും കേട്ടോ പല സ്ഥലത്ത് ചെല്ലുമ്പോഴേ. ഈ ഗോതമ്പർക്ക് നോർത്ത് മെയിനായിട്ട് ഞാൻ പേടിച്ചേക്കുന്ന സ്ഥലം. കാട്ടിൽ കൂടിയൊക്കെ ഒരു 2-3 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്ത് ഒരു ഒറ്റ വീട്ടിലൊരു പാഴ്സൽ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ ആ റൂട്ടിൽ ചിലപ്പോൾ മാനുകൾ വട്ടം ചാടും, മുയൽ മിക്കവാറും മുയലുകൾ വട്ടം ചാടാറുണ്ട്. അപ്പോൾ ഇതൊന്നും കണ്ട് പേടിക്കുന്നല്ല, പക്ഷേ ആ റൂട്ടിലെ ട്രാവൽ നമ്മൾ പേടിച്ചു. നമുക്ക് സംസാരിക്കാനോ പരിപാടിയോ ചിലപ്പോൾ റേഡിയോയിൽ സിഗ്നൽസോ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പേടിക്കും കേട്ടോ ആ പരിപാടിയിൽ. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയേക്കുന്നത്, നമ്മൾ രാത്രി ഡെലിവറി കൊടുക്കാൻ ചെല്ലുമ്പോൾ അവർക്കാണ് പേടി, നമ്മളവരെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ആരാ വരുന്നുള്ള പേടി അവർക്കാണ്. ക്രൈം റേറ്റ്സ് ഒക്കെ ഒരുപാട് കുറവാണെന്ന് തോന്നുന്നു ഞാൻ പ്രതീക്ഷിക്കും. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയത്തില്ല, പക്ഷേ ക്രൈം റേറ്റ് കുറവാണെന്ന് ഞാൻ പ്രതീക്ഷിക്കും. അങ്ങനെ ന്യൂസസ് ഒന്നും അങ്ങനെ സ്പ്രെഡായി കേൾക്കാറില്ല. എന്തെങ്കിലും ചെറിയ ന്യൂസൊക്കെ കേൾക്കാറുള്ളൂ. പിന്നെ പോലീസ് ചെക്കിങ് ഇങ്ങനെ പിടിച്ച് നമ്മളെ നിർത്തി വടിയിൽ ഊതിക്കലോ പരിപാടികളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. പക്ഷേ നമ്മൾ ചെയ്യുന്ന റോങ് ആണെന്ന് അവർ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ സ്പീഡ് കൂട്ടിയൊക്കെയാണ് ഹൈവേയിൽ ഓടിക്കുന്ന അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നല്ല പെനാൽറ്റി അടിച്ചിരിക്കണം. നമ്മൾ പ്രതീക്ഷിക്കാത്ത പെനാൽറ്റിയൊക്കെ ആയിരിക്കും അടിച്ചു തരുന്നത്. ഒന്നും പോട്ടെ, ഹാൻഡിക്യാപ്പിൻ്റെ എന്താ പാർക്കിംഗ് ഏരിയാസ് ഉണ്ട്. അതായത് അവർക്ക് റിസർവ്ഡ് ആയിട്ടുള്ള 1-2 പാർക്കിംഗ് ഏരിയാസ് ഉണ്ടാവും നോർമൽ പാർക്കിൻ്റെ കൂട്ടത്തിൽ. അവിടെ കൊണ്ടുപോയി നമ്മൾ പാർക്ക് ചെയ്താൽ പോലും നമുക്ക് കിട്ടുന്ന ഫൈൻ എന്ന് പറയുന്ന നാട്ടിലെ 12,000 രൂപയ്ക്ക് ഫൈൻ കിട്ടുന്നത്. അപ്പോൾ ട്രാഫിക് റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന 78 എക്സിറ്റ് ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെയർ ഹൗസിലേക്ക് പോവാം. ഇത് ബസ് ലൈനാണ്. ബസ് ലൈൻ അവിടെ ആ ബ്ലൂ കളർ ലൈനിൽ തീരും. ഇനി നമുക്ക് പതുക്കെ ഇൻഡിക്കേറ്റർ എടുക്കാം. ഈ റൂട്ട് തന്നെയാണ് കേട്ടോ സെയിം നമ്മൾ എപ്പോഴും വീട്ടിലോട്ട് വരുന്നത്. വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതും തിരിച്ചു പോകുന്ന അപ്പുറത്തെ ഓപ്പോസിറ്റ് റൂട്ട്, അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടുന്ന് ഒരു ലെഫ്റ്റ് കൂടി എടുത്തിട്ട് പിന്നെ റൗണ്ട് അബൌട്ടിൽ നിന്ന് റൈറ്റ്. അപ്പോൾ നമ്മുടെ വെയർ ഹൗസ് എത്തോട്ടെ. വെയർ ഹൗസ് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ലോഡൊക്കെ ചെയ്തിട്ട് നമ്മൾ ആ റൂട്ടിലോട്ട് തിരിച്ച് കുറച്ച് അകത്തോട്ട് എത്തിയിട്ട് പിന്നെ വീഡിയോ എടുക്കാം. നമുക്കിന്നൊരു നല്ല റൂട്ടാണ് കിട്ടിയേക്കണത്. റൈറ്റ് സൈഡിലൊരു മാക്ഡൊണാൾഡ്സും ഇപ്പുറത്തൊരു മിസ്റ്ററി വർക്കും ഉണ്ട് കേട്ടോ. കമ്പാരിറ്റീവ്ലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മിസ്റ്ററി വർക്കിൽ ഫുഡ് മെയിൻലി ബർഗേഴ്സ് നമുക്ക് അയ്യോ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു
ചീസിൻ്റെയും അല്ലെങ്കിൽ അവരുടെ ആ മീറ്റിൻ്റെയും ഒക്കെ ടേസ്റ്റ് അയ്യോ നമുക്ക് മിസ്റ്ററി വർക്കും ബർഗർ കിങ് ഒക്കെ തമ്മിൽ നോക്കുമ്പോഴേക്കും മാക്ഡോണൾസ് ഒക്കെ തമ്മിൽ നോക്കുമ്പോഴേക്കും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. മിസ്റ്ററി വർക്ക് ഭയങ്കര ടേസ്റ്റ് സത്യം പറയുകയാണെങ്കിൽ. ഇന്ന് വലിയ റേറ്റും ഇല്ല കേട്ടോ. ഇത് നമ്മുടെ വേറെ ഹോസ്റ്റലിലേക്ക് പോകുന്ന വണ്ടി തന്നെയാണ് ഇറങ്ങിയത്. ഈ ഗ്രീൻ ഷർട്ടിൽ വന്നിട്ട് ആളൊക്കെ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ വണ്ടി എടുക്കാൻ വേണ്ടി പോകാൻ തോന്നുന്നു. അവരുടെ പാർക്കിംഗ് അപ്പുറത്തായിട്ടാണ്. ഇന്നലെ ഇന്ന് കണ്ടില്ലായിരുന്നു. ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ വെയർ ഹൗസ് കാലിയായിരുന്നു. ഇതിപ്പോൾ മൊത്തം വണ്ടികളാണ് കണ്ടോ. പാർക്ക് ചെയ്യാൻ സ്ഥലം നമുക്കുണ്ട്, കുഴപ്പമില്ല, കയറ്റി പിടിക്കാം. ഏറ്റവും ഫ്രണ്ടിൽ തന്നെ പിടിക്കാം. അപ്പോൾ മച്ചാന്മാരെ ലോഡ് ചെയ്തിട്ട് ഇനി പോകുന്ന വഴിയിലൊക്കെ ട്രാഫിക്കൊക്കെ ഉണ്ടാകും ചിലപ്പോൾ. അതൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു സ്ഥലത്തും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും പാഴ്സൽസ് നമുക്കിന്ന് കൊടുക്കാനുള്ളതാണ് കേട്ടോ മച്ചന്മാരെ. അപ്പോൾ നമ്മളിവിടെ തിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഫ്യൂവൽ അടിച്ചു. 978 രൂപക്ക് ഡീസൽ അടിച്ചു. നമ്മുടെ വണ്ടി ഫുള്ളായി കേട്ടോ. അപ്പോൾ ഇനി അല്ലെങ്കിൽ റൂട്ടിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫ്യൂവൽ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരിക്കും. ഫ്യൂവൽ കാരണം നമുക്ക് തന്നേക്കുന്ന ഫ്യൂവൽ കാർഡ് OKQൻ്റെ അത് തന്നെ ഈ പമ്പിൽ നിന്ന് മാത്രമേ നമുക്ക് ഫ്യൂവൽ അടിക്കാൻ പറ്റൂ. ഇവരുടെ ഫ്രാഞ്ചൈസി ആയിട്ടുള്ള ഏത് പമ്പിൽ നിന്ന് മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പല പ്രാവശ്യവും പല സ്ഥലത്തും പോയപ്പോൾ കണ്ടുപിടിക്കാനുള്ള പാടും പല പ്രാവശ്യം പെട്ടുപോയത് കൊണ്ടും നമ്മൾ അതിനൊരു റിസ്ക് ഒരിക്കലും എടുക്കാറില്ല. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്ത് കറക്റ്റ് ഹൈവേ കയറുകയും ചെയ്തതുകൊണ്ട് ഇങ്ങോട്ട് ഈ റൂട്ട് വന്നു കഴിഞ്ഞാൽ ഈ പമ്പായിരിക്കും എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് മൊത്തം 32 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി 17 കിലോമീറ്റർ കൂടി ബാക്കിയുള്ളൂ. വണ്ടിക്ക് ഭയങ്കര പിക്കപ്പ് കുറവാണ്. നമ്മൾ വർക്ക്ഷോപ്പിൽ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരുമെന്ന് വിശ്വസിക്കുന്നു. ഈ മാൽമോ റൂട്ട് പിടിച്ചാൽ മതി. അവിടെ നമുക്ക് എക്സിറ്റ് 60 ആണ് എടുക്കേണ്ടത്. ഈ സമയമാകുമ്പോഴേ ഇച്ചിരി ബ്ലോക്ക്. അത് കഴിയുമ്പോഴേക്കും പിന്നെ വലിയ പ്രശ്നമില്ല. നമുക്ക് ഇവിടെ തന്നെ നേരിട്ട് 200 മീറ്ററിൽ ഹൈവേ എത്തും. പണി പാളിയ പോലെ ഉണ്ട് തോന്നണം, കേറുന്നില്ല. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ വേറെ കുറച്ച് നമ്മൾ 64 പാഴ്സലായിട്ട് ഇറങ്ങിയതായിരുന്നു. നമുക്കിനിയിപ്പോൾ ഒരു 52 പാഴ്സൽ കൂടിയുണ്ട്. കുറച്ച് പാഴ്സൽ നമ്മൾ കൊടുത്തു കേട്ടോ. പക്ഷേ അടുത്തടുത്തായിരുന്നു ഡെലിവറി. പക്ഷേ ഈ ഞാൻ എപ്പോഴെങ്കിലും ഇനിയിപ്പോൾ സമയം കിട്ടുമ്പോൾ കാണിച്ചു തരാം. ഒരു ബാരിക്കേഡ് ഉണ്ടായിരുന്നു നടുക്ക്. അപ്പോൾ ആ ബാരിക്കേഡ് നമുക്ക് മാപ്പിൽ കാണിക്കത്തില്ല. ഇവിടം വരെ കറങ്ങി വന്നപ്പോഴാണ് അറിയണത് ആ ബാരിക്കേഡ് ഉള്ള കാരണം അപ്പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ലെന്നുള്ളത്. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ നമ്മുടെ ഗൂഗിൾ മാപ്പ് ആപ്പിൾ മാപ്പിലും സെയിം വേ തന്നെ കാണിക്കുന്നു. പക്ഷേ വേസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. അതിലിപ്പോൾ കാണിക്കുന്ന ഏകദേശം 6.4 കിലോമീറ്റർ കറങ്ങി വേണമെങ്കിൽ അടുത്ത റൂട്ടോട്ട് പോകാനാണ്. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്.
പിന്നെ ആ സെയിം സിറ്റി ട്രാഫിക് കാണിക്കണമെന്ന് ഓർത്ത വീഡിയോസ് ഒന്നും എടുക്കാഞ്ഞത് കേട്ടോ. ഇപ്പോൾ ട്രാഫിക്കിൽ നിന്നൊക്കെ മാറി. നേരത്തെ നമുക്ക് ലോങ് റൂട്ട്സ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു, സിറ്റി റൂട്ട് തന്നെയായിരുന്നു മോസ്റ്റ് പ്രോബ്ലം കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വിൻ്റർ ആയപ്പോഴേക്കും ഇലക്ട്രിക് വണ്ടികളൊന്നും അങ്ങനെ കാര്യമായിട്ട് ഓടാത്തത് കൊണ്ട് പെട്ടെന്ന് ചാർജ് തീർന്നു പോകുന്നൊരു ഒരു പ്രശ്നം, ഇഷ്യൂസ് ഇങ്ങനെ ഒരുപാട് വന്ന കാരണം ഇപ്പോൾ നമ്മൾ വണ്ടി ഡീസലായത് കാരണം നമുക്കിപ്പോൾ ലോങ് റൂട്ട് തരുന്നുണ്ട് കുറച്ചധികം നാളായിട്ട്. കുറച്ചുകൂടി ഭംഗിയാകാമായിരിക്കും ഒരു മാസം കൂടി കഴിയുമ്പോഴേക്ക്. നേരത്തെ ഇതിൽ ഒന്നിലും ഇലകളില്ലായിരുന്നു, മൊത്തം ഇങ്ങനെ കരിഞ്ഞ് നിൽക്കുമായിരുന്നു വിൻ്റർ ആയപ്പോൾ. ഇപ്പോൾ കാണാമല്ലോ എല്ലാവർക്കും കുറച്ച് ഗ്രീനിഷ് ആയി. ഇപ്പോൾ നമ്മൾ ഇച്ചിരി ലേറ്റായി കേട്ടോ. നമുക്ക് കുറച്ച് റൂട്ടും കുറച്ച് ലോങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാഴ്സൽ ഒരു സ്ഥലത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് പാഴ്സൽ വേറെ സ്ഥലത്ത് അങ്ങനെ പോകാനുള്ള അങ്ങനെ ഒത്ത റൂട്ടാണ്. വണ്ടിയുടെ ഇടയ്ക്ക് ഒരു പണി കിട്ടിയെന്നേ. വണ്ടി എന്താ പറയണ, ഫ്യൂൽ അടിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ ഞാൻ എടുത്തായിരുന്നു, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ. അടുത്ത് കഴിഞ്ഞിട്ട് വണ്ടി മൂവ് ആകുന്നുണ്ടായിരുന്നില്ല, ഒരു RPM കയറുന്നേ ഉണ്ടായിരുന്നില്ല. ആ ഒരു ഇഷ്യൂ ഉണ്ട് വണ്ടിക്ക് ഓൾറെഡി. പക്ഷേ 100-ന്റെ ഹൈവേയിൽ ആൾക്കാർ നമ്മൾ തെറി പറയാതെ തെറി പറയും. ഹോൺ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തെറി പറയുന്നതിന് തുല്യമാണ്. അങ്ങനെ ആരും ഹോൺ അടിക്കാറ് പോലും ഇല്ല ഇവിടേക്ക്. അപ്പോൾ നമ്മൾ കുറേ ഹോൺ അടി കേട്ടിരുന്നു. വണ്ടി മൂവ് ആകുന്നുണ്ട്, പിന്നെ ഒരു 5 മിനിറ്റ് നിർത്തിയിട്ട് ന്യൂട്രലിട്ട് തന്നെ RPM ഒക്കെ ഒന്ന് കയറ്റി നോക്കി. ഇപ്പം കുഴപ്പമില്ലാണ്ട് ഓടുന്നുണ്ട്, ഭഗവാൻ സഹായിച്ചിട്ട്. എത്ര നേരത്തെ കാണാൻ അറിയത്തില്ലെങ്കിലും നോക്കാം. ഇതൊക്കെ ഒരു പക്ക വില്ലേജ് സെറ്റപ്പ് തന്നെയാണ്, സ്വീഡിഷ് വില്ലേജുകളാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ. നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് നമുക്ക്, അതായത് സ്വീഡിഷ് ലൈസൻസിൻ്റെ ഒരു റൂൾ വെച്ചിട്ട് എല്ലാവരും പറയുന്നത്, ഇവിടെ നമുക്ക് വരുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. അത് പേഴ്സണൽ നമ്പർ എന്നാണ് പറയുന്നത്, നമ്മുടെ നാട്ടിലെ ആധാർ നമ്പർ പോലെ. അതെന്ന് നമുക്ക് ഇഷ്യൂ ആയി അത് മുതൽ നമുക്ക് 1 ഇയർ നമുക്ക് ഇവിടുത്തെ കാർ നമുക്കൊരു ഇൻ്റർനാഷണൽ പെർമിറ്റ് ഉണ്ടെങ്കിലും നമ്മൾ ലൈസൻസ് ഉണ്ടെങ്കിലൊക്കെ ഓടിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാനും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ലൈസൻസ് അതിനുള്ളിൽ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം. സോ നമ്മളതിൻ്റെ 2 ടെസ്റ്റുകൾ, അതായത് ഒരെണ്ണം റിസ്ക് 1 റിസ്ക് 2 എന്ന് പറയുന്ന ഒരു ക്ലാസ്സും ഒരു പ്രാക്ടിക്കലും ഉണ്ട്, അത് പാസ്സായി. അത് കഴിഞ്ഞിട്ട് തിയറി ഉണ്ട്, അത് ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിൽ പാസ്സായി. തിയറി അത്യാവശ്യം ടഫാണ് കേട്ടോ. 70 ക്വസ്റ്റ്യൻസിൽ 70 പറയുന്നില്ല, ശരിക്കും 65 ക്വസ്റ്റ്യനിൽ 52 നമ്മൾ പാസ്സാകണം, എങ്കിലും മാത്രം തിയറി പാസ്സാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രാക്ടിക്കൽ ടെസ്റ്റ്. അത് നമ്മുടെ നാട്ടിലെ പോലെ ഇന്ന സ്ഥലത്ത് എടുക്കണമെന്ന് നിർബന്ധമില്ല, നമുക്ക് സ്വീഡനിൽ എവിടെ വേണമെങ്കിലും പോയി എടുക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മൾ എവിടെ ചൂസ് ചെയ്യുന്നുള്ളത്. മാനുവൽ വണ്ടി വേണോ ഓട്ടോമാറ്റിക് വേണോ എന്നുള്ളതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. ഓട്ടോമാറ്റിക് എടുത്താൽ ഓട്ടോമാറ്റിക് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ, മാനുവൽ എടുത്താൽ ഓട്ടോമാറ്റിക്കും മാനുവൽ ഓടിക്കാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. സോ നമ്മൾ മാനുവലാണ് ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഒരാഴ്ച കൂടി കഴിഞ്ഞ ടെസ്റ്റ് ഉണ്ട്, നോക്കാം. 1-2 ഡ്രൈവിംഗ് ക്ലാസ്സിനൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ 10 ക്ലാസ്സൊക്കെ ഇവർ പറയുന്നത്. നമ്മൾ ദിവസം ഈ വണ്ടി ജോലിയായിട്ട് നിൽക്കുന്ന കാരണം നമ്മൾ 2 ക്ലാസ് മാത്രമേ എടുത്തുള്ളൂ. എങ്കിലും ഡ്രൈവിംഗ് ടെസ്റ്റ് അടുത്ത് 1-2 ക്ലാസ് കൂടി എടുക്കണമെന്നും പറഞ്ഞിരിക്കണം. വിൻ്ററൊക്കെ ആയപ്പോൾ ഏകദേശം ഈ സമയമാകുമ്പോൾ ഇരുട്ടായിരുന്നു. ഇപ്പോൾ 6 മണിയായി, ശരിക്കും ഒരു 3 മണിയാകുമ്പോൾ തന്നെ ഇരുട്ടാവും. ഇനിയിപ്പോൾ ഒരു 1.8 കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ അടുത്ത ഡെലിവറി കൊടുക്കാനായിട്ട്. റൈറ്റാണ്, ആ വരുന്ന വണ്ടി റൈറ്റ് തന്നെയാണ്. ഒരു മാരുതി സുസുക്കി സ്വിഫ്റ്റ് കണ്ടു കേട്ടോ ബ്രോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന വണ്ടിയെ കുറിച്ച് ചെറുതായിട്ട് തോന്നി, പക്ഷേ അവിടെ
അതിൻ്റെ ഓണേഴ്സ് നിൽക്കുന്ന കാരണം ഒരു വീഡിയോ എടുക്കാൻ ഒരു മടിയായിപ്പോൾ. കാരണം ഇവരെപ്പോഴാണ് അവർക്ക് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, സ്വീഡിഷുകാർക്ക്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യം. ചിലർ പെർമിഷൻ എടുത്താൽ ചിലർ സമ്മതിക്കും, പക്ഷെ എന്തിനാണ് നമ്പർ കാണിക്കരുത് എന്നൊക്കെ ചിലർ പറയും. പ്രൈവസിക്ക് വേണ്ടിയായിരിക്കും. നമുക്ക് ഇവിടെ തന്നെ ഏകദേശം ഒരു 6 ഡെലിവറി കൂടി ഉണ്ടായിരുന്നു. മൊത്തം 6 ഡെലിവറി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് റൈറ്റ് എടുക്കണം. അടുത്ത ഡെലിവറി സ്പോട്ടിൽ നമുക്ക് 2 പാഴ്സൽസ് കൊടുക്കാനുണ്ട്. അതിൽ ഒരെണ്ണം കൂടി കൊടുക്കും, പിന്നെ അത് കഴിഞ്ഞ് ഒരെണ്ണം കൂടി കൊടുത്താൽ നമ്മുടെ A കാറ്റഗറി പാഴ്സൽസ് തീർന്നു കേട്ടോ. ലാസ്റ്റത്തെ ഒരു വൈൻ ബോക്സാണ് വിനോടെക് എന്ന് പറഞ്ഞിട്ട്. മദ്യം കൊടുക്കുമ്പോൾ മാത്രം നമ്മൾ അവരുടെ ID പരിശോധിക്കണം. 18 വയസ്സിൽ കൂടുതലാണെന്ന് നോക്കണം. അത് അവർ ബുക്ക് ചെയ്യുമ്പോൾ കൊടുത്തേക്കണം ഒരു ID നമ്പർ ഉണ്ടാവും, ഏജ് തെളിയിക്കുന്ന. അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചോ അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അവർ തന്നെ എൻ്റർ ചെയ്തോ അത് കംപ്ലീറ്റ് ആക്കും. പിന്നെ ഒരു സൈൻ കൂടി വാങ്ങിക്കണം. എല്ലാം ഫോണിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ മദ്യവിതരണം തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു ഓൺലൈനിൽ. ഇവിടെ ഏതോ വീട്ടിലാണ് കൊടുക്കേണ്ടത് നമ്മൾ. 35 എന്തോ നമ്പർ. അപ്പോൾ ഇപ്പോൾ ഇത് തന്നെയാണ് ബ്ലാക്ക് കളർ. അപ്പോൾ നമുക്ക് Aയുടെ ഒരു പാഴ്സൽ കൂടി കൊടുക്കാനുണ്ട്. അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു Aയുടെ കാറ്റഗറി. പക്ഷേ ഞാൻ മാപ്പ് നോക്കിയിട്ട് നമുക്ക് ഒരുപാട് ദൂരത്തൊന്നും അല്ലാതെ ഡെലിവറി നമുക്ക് കൊടുത്തു തീർക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. 6:30 ആയി. ഈ ഇങ്കോ എന്ന് പറയുന്ന ഒരു പമ്പാണ് കേട്ടോ ഇവിടെ. ഇങ്കോ, പിന്നെ സർക്കിൾ കെ, പ്രീം, OK Q8 അങ്ങനെയുള്ള പമ്പ്സാണ് കൂടുതലും. അപ്പോൾ മച്ചന്മാരെ 7 മണിയായി. നമുക്കിനി 41 മിഷൻസ് കൂടി ബാക്കിയുണ്ട്. നോക്കാം. ഞാൻ മാപ്പ് നോക്കിയിട്ട് അടുത്തടുത്താണ്. നമുക്ക് തീർക്കാൻ പറ്റുമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ഡെലിവറി 600 മീറ്ററിലാണ്. അപ്പോൾ നമ്മളിവിടെ ഇട്ട് ഇനിയിപ്പോൾ ഒന്ന് U-ടേൺ എടുത്ത് വേണം പോകാനായിട്ട്. മോശം പറയുന്നതല്ല മച്ചാന്മാരെ, നമ്മുടെ ഫ്ലീറ്റിൻ്റെ വണ്ടിയെല്ലാം പഴയതായത് കാരണം ഭയങ്കര പാടാണ് ഓടിക്കാനായിട്ട്. ഈ ഒരാൾ സൈക്കിളിൽ പട്ടീനെ ഒരു കയ്യിലും പിടിച്ചിട്ട് ഓടിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും, കാരണം നമ്മൾ ഏകദേശം 6-7 മണിക്കൂർ ജോലി ചെയ്യില്ല. അപ്പം ഓരോ മണിക്കൂറിലും കുറച്ച് വീഡിയോസായിട്ട് എടുത്താൽ കൂടി ലെങ്ത്ത് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കുറക്കുന്നത്. വീഡിയോസ് എന്തായാലും ഇത്രയും ലെങ്ത്തുള്ള ആൾക്കാർക്ക് സാധാരണ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന് ഓർത്ത് ഉള്ളിലൊരു ഇങ്ങനെ ഒരു സംശയമുണ്ട്. അതുകൊണ്ടാണ് കുറക്കാൻ നോക്കണം. എങ്കിലും എങ്ങനെയൊക്കെ നോക്കിയിട്ടും 20 മിനിറ്റിന് അപ്പുറത്തോട്ട് പോകും. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഒരു പൂച്ച. ഇതെല്ലാം വില്ലകളാണ് കേട്ടോ. അപ്പാർട്ട്മെൻ്റ് ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഊപ്പാടിളവ് ചില പാഴ്സലും കൊണ്ടൊക്കെ നടക്കാനുമ്പോൾ 3rd ഫ്ലോറിൽ ചില ലിഫ്റ്റില്ലാത്ത അപ്പാർട്ട്മെൻറ്റൊക്കെ നമുക്ക് കിട്ടും. പണി പാളിയെന്ന് വിചാരിച്ചാൽ മതി കിട്ടിയ. ഇതെല്ലാം ചുമന്ന് നമ്മൾ പൊക്കത്ത് കയറ്റണം. ഇവർ വിളിച്ചാൽ ഇവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം, അവർക്ക് മൂഡ് ശരിയാണെങ്കിൽ മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർ പറയും ഞങ്ങൾ ഹോം ഡെലിവറി അല്ലെങ്കിൽ ഡോർ ഡെലിവറിക്ക് വേണ്ടിയാണല്ലോ നമ്മൾ പൈസ അടച്ചത്, അപ്പോൾ നിങ്ങൾ ഡോറിൽ കൊണ്ട് തന്നോ എന്നുള്ള ആളാണെന്ന് നമ്മളടുത്ത് പറയും. പിന്നെ നമുക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നും പറയാനില്ലല്ലോ. അപ്പോൾ
ഇതാണ് നമ്മുടെ അടുത്ത ഡെലിവറി സ്പോട്ട്. 37. അപ്പോൾ ഇതാണ് പാക്കറ്റ്. അടുത്ത ഡെലിവറി 1.3 കിലോമീറ്റർ. അപ്പോൾ ഇനി 8 മണിക്ക് അപ്ഡേറ്റ് ചെയ്യാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എത്രത്തോളം കൊടുത്ത് തീർക്കാൻ പറ്റും നോക്കിയിട്ട്. ഇനി നല്ല സ്ഥലങ്ങൾ എന്തെങ്കിലും കാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ എടുക്കും കേട്ടോ. പക്ഷേ അപ്പോൾ നമ്മൾ വീടിൻ്റെ പൈസ കൊടുത്തിട്ടിരിക്കുകയാണ്. ഈ റൂട്ട് അപ്പുറം 2 സൈഡിലും നല്ല കുറേ സ്വീഡിഷ് വീടുകളും ഒരു ചെറിയൊരു വഴിയുമാണ്. അപ്പോൾ ആ റൂട്ടൊന്നും ഞാൻ എപ്പോഴും കിട്ടാറില്ല ഈ റൂട്ടിൽ. അപ്പോൾ അത് കാരണം നിങ്ങളൊന്ന് കാണിച്ചേക്കാരെന്ന് ഓർത്തിട്ടാണ് ഞാൻ പിന്നെ വീണ്ടും ഒന്ന് ക്യാമറ ഓണാക്കിയത്. ഫ്രണ്ടിൽ 2 കാറുകളുള്ളത് കാരണം നമുക്ക് കറക്റ്റ് ഒരു വ്യൂ കിട്ടുന്നില്ല. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ 30 നമ്മുടെ മാക്സിമം സ്പീഡ്. ഒരു ബെൻഡ് വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് ആയിട്ട്. ഇനിയിപ്പോൾ ഫ്രൈഡേ ആയപ്പോൾ ഇനിയിപ്പോൾ ഇവർക്ക് 2 ദിവസം ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ്. ഫ്രൈഡേയും സാറ്റർഡേയും ഒരുപാട് പബ്ബും പാർട്ടീസും ഉണ്ട്. സമ്മറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാണെന്ന് തന്നെ പറയാം. അടിപൊളി വ്യൂ അല്ലേ? ഇങ്ങോട്ടാണ്. ഒരു 900 മീറ്റർ കൂടി ഉണ്ട് നമുക്ക് അടുത്ത ഡെലിവറിക്ക്. വോൾവോ ആണ് കേട്ടോ. സ്വീഡനിലെ നിരത്തുകളിൽ ഒന്നും പറയാനില്ല. ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റീസെയിൽ വാല്യൂ ആണ് അത്ര ഈ വണ്ടിക്ക്. നമ്മൾ എപ്പോൾ ഈ വണ്ടി കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ ഭയങ്കര റീസെയിൽ വാല്യൂ ആണെന്നാണ് ഞാൻ കേട്ടത്. കല്ലൊക്കെ അടിച്ചു വെച്ചേക്കണ്ട ബ്രോ. 16 അടിച്ചു വെച്ചേക്കണ്ട മച്ചമ്മനെ. ആ വീടിൻ്റെ നമ്പറാണ് 16 എന്നുള്ളത്. എല്ലാവർക്കും ചില പ്ലേസിൽ ചെല്ലുമ്പോഴേക്കും ഓഡ് നമ്പർ മാത്രമായിരിക്കും അവിടെ. ചില ലൊക്കേഷനിൽ ചില ഈവൻ നമ്പർ മാത്രമായിരിക്കും. അങ്ങനെ ഉള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. പലപ്പോഴും നമ്മൾ സ്ഥലം കാണിക്കാനായിട്ട് മാപ്പായിട്ട് പോയാൽ പെട്ട് പോകും കേട്ടോ. ഒരു മാപ്പ് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഏതാണ് കറക്റ്റ് കാണിക്കുന്നതെന്നുള്ളത്. ഞാൻ കൂടുതൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ആപ്പിൾ ഫോൺ ആയത് കാരണം, ഐഫോൺ ആയത് കാരണം ആപ്പിൾ മാപ്പാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. എങ്കിലും ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കറക്റ്റ് ആണോ എന്നുള്ളത്. ഇന്ന് തന്നെ ഓൾറെഡി പെട്ട ഒരു വീഡിയോ ഞാൻ ഓൾറെഡി കാണിച്ചത്. നമ്മുടെ വീടിൻ്റെ നമ്പർ 45 48 38. എല്ലാത്തിൻ്റെ ഫ്രണ്ടിൽ മെയിൽ ബോക്സ് വെച്ചിട്ടുണ്ട്. അതിൽ നമ്പർ എഴുതിയിട്ടുണ്ട്. ചെറിയ ബോക്സ് കണ്ടോ, അതിലെല്ലാത്തിലും അവരുടെ വീടിൻ്റെ നമ്പർ എഴുതിയിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലെവിടെയെങ്കിലും അവർ വെച്ചിട്ടുണ്ടാവും. ആ വീടിൻ്റെ നമുക്കിവിടെ കൊടുക്കേണ്ടത് ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട് 48 എന്നുള്ളത്. 48. ഇതാണ് പാക്കറ്റ്. നമ്മൾ ഇതൊന്ന് സ്കാൻ ചെയ്യുക, കൊണ്ടേ കൊടുക്കുക.
മച്ചന്മാർ 2 പാക്കറ്റ് ഉണ്ട് കേട്ടോ. ഒരെണ്ണം എടുത്തോളൂ, ഒരെണ്ണം കൂടി ഉണ്ട്. 2 ഉണ്ട്. 2 സ്കാൻ ചെയ്യുക. അപ്പോൾ 7:22 ആയപ്പോഴേക്കും നമുക്കിനി 37 പാഴ്സൽസ് കൂടി കൊടുത്തു തീർക്കാനുണ്ട്. പറ്റുമെന്ന് പ്രതീക്ഷിക്കണം. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയിൽ തന്നെയാണ് റിട്ടേൺ പോകുന്നത്. കാരണം ഞാൻ ആ വീഡിയോസ് എടുക്കുന്നില്ല. പിന്നെ ഒരുപാട് ലെങ്ത് കൂടി പോകുന്നു ഉറപ്പായിട്ട്. അത് കാരണം കുറച്ച് ക്ലിപ്സ് കുറച്ച് ക്ലിപ്സ് എടുത്തതിന് ഒരുപാട് ഡ്യൂറേഷൻ ആകും. സോ മാക്സിമം സ്കിപ്പ് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ വരുന്ന വഴിയൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കാൻ നോക്കുന്നത് കേട്ടോ. ഇന്ന് മച്ചന്മാരെ അപ്പോൾ നമുക്ക് കഴിക്കാനൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളൊരു ഷോപ്പിൽ കയറി 2 ചോക്ലേറ്റ് മാത്രം വാങ്ങിയിട്ട് വന്നു. ഇതാണ് സ്പോട്ട് ലഞ്ച്. എന്തെങ്കിലും കഴിച്ചാൽ മതിയല്ലോ, ജസ്റ്റ് വിശപ്പൊന്ന് മാറിയാൽ മതി എന്നല്ലേ ഉള്ളൂ. ഇന്നലെയൊക്കെ നമ്മൾ കുറച്ച് വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കൊണ്ടുവന്നായിരുന്നു. നമ്മൾ ഈ 6 മണിക്കൂർ ഡ്യൂട്ടിയിൽ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ടയേർഡാകും, കുറച്ച് വിശക്കും ഉറപ്പായിട്ടും. സോ ഇതാ കൊണ്ടുവന്നേക്കണം. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. ആ ബ്രേക്ക് എടുത്തുകൊണ്ടെങ്കിൽ കഴിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ പോകുന്ന വേയിൽ നമുക്ക് പറ്റുന്ന പോലെ കഴിക്കാം. പ്രശ്നങ്ങളൊന്നുമില്ല. അപ് ടു യു എന്ന രീതിയിലാണ് നമ്മളെന്തായാലും. കൊള്ളാട്ടാ, നല്ല ചോക്ലേറ്റാ. ഒരു 1.5 കിലോമീറ്റർ കൂടി ഉണ്ട് നമുക്ക് നെക്സ്റ്റ് ഡെലിവറിക്ക്. ഇവിടുന്ന് നമുക്ക് റൈറ്റ് പോകാം. സ്വീഡനിലെ കാറിൻ്റെ ഒരു വ്യത്യസ്തമായ കാറുകളുടെ ഒരു സീരീസ് ഞാൻ നമ്മുടെ ഷോർട്സ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാത്തുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഒരുപാട് നമ്മൾ കാണാത്ത വണ്ടികളുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ നടക്കാനും സൈക്കിൾ പോകാനൊക്കെ ആയിട്ട് ഇതൊക്കെ ബസ് സ്റ്റോപ്പായി കാണണം. വൈറ്റ് കളർ കാണുന്ന സൈഡിൽ ബസ് സ്റ്റോപ്പാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് നടന്നു വരാനും സൈക്കിളിൽ പോകാനൊക്കെ പ്രത്യേകം വഴി സൈഡിലുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ കൂടി നമുക്ക് അവരെ വിടാം. നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടുന്ന് റൈറ്റ് കയറണം. 30-ന്റെ റോഡാണെന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷെ നമ്മളങ്ങനെ സ്പീഡൊന്നും നമ്മൾ ഡെലിവറി ജോലി വരുമ്പോൾ നോക്കാൻ പറ്റാറില്ല പലപ്പോഴും എന്നുള്ളതാണ് സത്യം. പക്ഷേ ഡ്രൈവിംഗ് ടെസ്റ്റിലൊക്കെ 30 എന്ന് പറഞ്ഞാൽ 30-ന്റെയും 25-ന്റെയും ഇടയ്ക്ക് തന്നെ ഓടിക്കണം എന്നുള്ളതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ എപ്പോൾ ഫെയിലായെന്ന് ചോദിച്ചാൽ മതി. എത്താറായി. 200 മീറ്റർ കൂടി ഉള്ളൂ. ഇതാണ് നമ്മുടെ വീടുന്ന്.
ഇത് തന്നെയാണ് മച്ചന്മാരെ. അപ്പോൾ 8 മണി കഴിഞ്ഞപ്പോഴേക്കും നമുക്കിനി 28 മിഷൻസ് കൂടി സ്റ്റോപ്പ് കൂടി ബാക്കിയുണ്ട്. തീർക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തടുത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് വീടുകളാണെങ്കിൽ നമുക്ക് കുറച്ച് പെട്ടെന്ന് തീർക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പാർട്ട്മെൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ അവിടെ പാഴ്സലായിട്ട് ചെല്ലണം, അവർ ഇൻ്റർകോം വഴി വിളിക്കണം, അവരായിട്ട് ഡോർ തുറന്നു തരണം. ഇനി അവർ റൂമിൽ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫോൺ ചെയ്യണം. 2 times ഫോൺ ചെയ്ത് കഴിഞ്ഞ് മാത്രമേ നമുക്ക് കിട്ടിയില്ലെങ്കിൽ മാത്രമേ നമുക്ക് പാഴ്സൽ റിട്ടേൺ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഒരു ഇൻ്റർനെറ്റ് കോളാണ്, അത് 20 സെക്കൻഡ് കഴിയാണ്ട് കട്ടാകത്തില്ല. അങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതാകുമ്പോൾ നമ്മൾ വീടാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥലത്തെത്തി നമ്മളെ പാഴ്സൽ അവിടെ പ്ലേസ് ചെയ്യുക, ഒരു ഫോട്ടോ എടുക്കുക, പോരുക എന്നുള്ള 1-2 ഫോട്ടോ എടുക്കുക, ഇത് പോരുക എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. അത് കുറച്ചുകൂടി ഈസിയാണ്. ഇതാണ് നമ്മളുടെ അടുത്ത ഡെലിവറി. മനുഷ്യന്മാരെ അപ്പോൾ സമയം 8:15, 8:15. നമുക്കൊരു 25 പാഴ്സൽ കൂടി കൊടുക്കാനുണ്ട്. സിയുടെ പാഴ്സൽ സ്റ്റാർട്ടായി. സോ തീർക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. നമ്മുടെ അടുത്ത ഡെലിവറി നമ്പർ 26 ആണ്. വീട് നമ്പർ കുറച്ചുകൂടി പോകണമെന്നാണ് കാണിക്കുന്നത്. ഇതാണോ? അതാണ്, ഇത് തന്നെയാണ്. ബ്ലാക്ക് കളർ കാണുന്നതാണ് വീട്. ഇവിടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ പച്ചമരെ ആ ഡെലിവറി കൊടുത്തു നമ്മൾ. അടുത്ത ഡെലിവറി ഏകദേശം 1.5 കിലോമീറ്ററിലാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ശരിക്കും വീഡിയോ ഇപ്പോൾ എടുത്തേ. ലൈറ്റ് എന്തായാലും പോകാറായി, കുറച്ചുകൂടിയേ കാണുള്ളൂ ലൈറ്റ്. പിന്നെ നല്ല ഭംഗിയുള്ള വീടുകൾ 2 സൈഡിലും, അത്യാവശ്യം നല്ല ഭംഗിയുള്ള വീടുകൾ. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഒന്ന് എടുത്തേക്കല്ല നോക്കും. നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി ഈ റൂട്ടൊക്കെ എപ്പോൾ കിട്ടുമെന്നുള്ളത്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നാളെ തന്നെ ഈ വഴി തന്നെ വരാൻ പറ്റുമായിരിക്കും. പക്ഷേ ചിലപ്പോൾ 1 വീക്ക് കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ നമുക്ക് കുറച്ച് അധികം നാൾ കഴിഞ്ഞിട്ടായിരിക്കും. സോ നല്ല കാഴ്ചകൾ കിട്ടുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു. അതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ എടുത്തത് വീഡിയോ കേട്ടോ. 30 കിലോമീറ്റർ സ്പീഡിൽ അവർ സഞ്ചരിക്കാവുന്ന റോഡാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്പീഡ് ബംപ്സ് കിട്ടും, സ്പീഡ് ഹമ്പ് കിട്ടും. തെറ്റിപ്പോയി കേട്ടോ മച്ചാമാരെ. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ്, ഞാൻ എല്ലാ വീട്ടിലും പറയുന്നുണ്ട്, കുറച്ചുകൂടി കഴിഞ്ഞ് നല്ല ഭംഗിയായിരിക്കുന്ന പ്രതീക്ഷയാണ്. കാരണം നമ്മളൊക്കെ ഓഗസ്റ്റിൽ, അതായത് 2025 ഓഗസ്റ്റിൽ വന്നപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു. വേറൊരു കാഴ്ച കാണിച്ചു തരാൻ കഴിയില്ല. അതുകൂടി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എന്താണ് ഇപ്പോൾ ഇതുകൂടി കാണിച്ചിട്ട് ഞാൻ എന്തായാലും സ്റ്റോപ്പാക്കാം. ഇവിടെ മച്ചാമാർ ഈ സൈഡ് കണ്ടോ, ഇവിടെ കുതിരയാണ് കേട്ടോ. ഞാൻ അപ്പുറത്തെ ഡോർ തുറന്നിട്ട് എടുത്ത് കാണിച്ചു തരാവേ. കുറച്ചുകൂടി മുമ്പോട്ട് പോട്ടെ. മച്ചമാർ കണ്ടത് കുതിരകളാണ് 2 എണ്ണം. ഒരെണ്ണം ഇപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള കുതിരകളാണ് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ എന്തായാലും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വീണ്ടും വീഡിയോ ആയിട്ട് വരാം. അടുത്ത ഡെലിവറി ഒരു 600 മീറ്റർ കൂടിയുണ്ട്. അപ്പോൾ മച്ചന്മാരെ നമുക്കിനിയിപ്പോൾ 14 സ്റ്റോപ്പ് കൂടിയേ ഉള്ളൂ. ഡിയുടെ പാഴ്സൽസ് നമുക്ക് തുടങ്ങി. അടുത്തടുത്ത് നമുക്ക് സ്റ്റോപ്സ് കിട്ടിയ കാരണം പെട്ടെന്ന് ഡെലിവറി ചെയ്ത് തീർക്കാൻ പറ്റി. കഴിഞ്ഞ സിയുടെ പാഴ്സൽസൊക്കെ പതുക്കെ ഇരുട്ടായി വരുന്നുണ്ട്. 9 മണി കഴിഞ്ഞ് 1 മിനിറ്റായി. നമുക്ക് അടുത്ത ഡെലിവറി 400 മീറ്ററിലാണ്. 400 മീറ്റർ, 200 മീറ്റർ, 250 മീറ്ററിൽ അങ്ങനെ നമുക്ക് ഡെലിവറി കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ മാപ്പ് നോക്കിയപ്പോൾ ഒരുപാട് ദൂരം ഇല്ലാണ്ട് കുറച്ച് ഡെലിവറി കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഡിയുടെ പാഴ്സൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 10 മണിക്കുള്ളിൽ തീർക്കാൻ പറ്റുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ 10 മണിക്ക് തീർത്തെന്ന് പറഞ്ഞാലും നമുക്ക് ഇവിടുന്ന് റിട്ടേൺ പാഴ്സൽസൊക്കെ ഉണ്ട്.
സോ നമ്മൾ വേറെ ഹൗസ് വരെ ഓടിയെത്തുമ്പോഴേക്കും പിന്നെ അവിടെ ഈ പാഴ്സലൊക്കെ കൊടുത്ത് വീട് വരെ വീണ്ടും ചെല്ലുമ്പോഴേക്കും 11 മണിയാകും ഉറപ്പായിട്ടും. 10 മണിക്ക് തീർത്താനുള്ള കാര്യം കേട്ടോ പറയണേ. എന്താണെന്ന് അറിയത്തില്ല, നോക്കാം നമുക്ക്. ഈ റൂട്ട് ഞാനിപ്പോൾ കുറച്ചധികം നാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ കാറ് കിടക്കുന്ന വീടും ഈ വീട്ടിലൊക്കെ നമ്മൾ സ്ഥിരം കൊടുക്കുന്ന ഇവിടെ തന്നെയാണ് അടുത്തത് 45. ഇവിടെ തന്നെയാണ് അടുത്തത് ഡെലിവറി. 2 പാഴ്സൽ ഇവിടെ ഉണ്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി പാഴ്സൽ, പക്ഷേ ഇച്ചിരി വലുതാണ്. കൊടുത്തിട്ട് വരാവേ. അപ്പോൾ ചമരെ ആ ഡെലിവറി നമ്മൾ 45 നമ്പർ 45 വീട്ടിൽ കൊടുത്തു. അപ്പോൾ ഈ അടുത്തത് 400 മീറ്ററിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ വഴിയാണ് പാഴ്സൽ കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇതുകൊണ്ട് ആൾക്കാർ ഡോഗ്സായിട്ട് ഇറങ്ങിയേക്കുക. ഒരു പട്ടിയാണ്, പൂച്ചക്കുഞ്ഞാൻ്റെ കയ്യിൽ ഉരുപ്പുണ്ട്. പൂച്ചക്കുഞ്ഞാണ്. നമുക്ക് മൈക്കൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഗോപ്രോയിലുള്ള ആ ഒരു മൈക്ക് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നോയ്സ് ക്ലിയർ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ കുറച്ച് അത് കാരണം വണ്ടിയിൽ നിന്ന് തന്നെ ഞാൻ കുറച്ച് ഉറക്കെയാണ് സംസാരിക്കണേ. ഈ സിമ്പിൾ കണ്ട, അതായത് റെഡും ബ്ലാക്കും, അതായത് അവിടുന്ന് വരുന്ന വണ്ടികൾക്കാണ് പ്രയോറിറ്റി നമ്മൾ നിർത്തി കൊടുക്കണമെന്നുള്ളതാണ്. നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കറങ്ങാം. സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാം റൂട്ട് തിരിയുമ്പോഴേക്കും ഇവർക്കാണെന്നുള്ളത്. ഈ വീട്ടിലാണ് 3Bയിലെ പാഴ്സൽ. ഇതാണ് പാഴ്സൽ, ഫെഡറിക്. കൊടുത്തിട്ട് വരാം എന്തായാലും. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ മിഷനെല്ലാം ഇന്നത്തെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എക്സ്പോർട്ട് ഗാർഡൻ നമ്മുടെ വെയർ ഹൗസിലേക്ക് പോകാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. കുറച്ച് റിട്ടേൺ പാഴ്സൽസ് ഉണ്ട്. എക്സ്പോർട്ട് ഗാർഡൻ നോക്കുമ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് 40 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം 10:21 എത്തും. ഇപ്പോൾ 9:48 അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും നല്ലൊരു വ്ളോഗായിട്ട് നല്ല കുറച്ച് സ്വീഡനിലെ കുറച്ച് നല്ല അടിപൊളി സ്ഥലങ്ങളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.